ഹലോ ഗായ്സ്, ഇന്നൊരു പ്രത്യേകപ്പെട്ട ദിവസം. കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പിടിയെടുക്കണം. അതായത് എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹം ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് ഞാൻ കരുതിയിരുന്നത് ഇപ്പോൾ ദാ എൻ്റെ കൺമുൻപിലൂടെ പോയിരിക്കുകയാണ്. അത് എന്തുമാത്രം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവുന്നു, പക്ഷേ ഇടാൻ പറ്റില്ല ഗൈസ്, കുറച്ച് തിരക്കായിപ്പോയി. അങ്ങനെ ഇന്ന് ചലങ്ക കെട്ടാണ് ഗൈസിൻ്റെ. ഇന്നല്ല, കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. വിജയദശമിയുടെ അന്നായിരുന്നു. അങ്ങനെ അവിടെ വിളക്ക് കാര്യങ്ങളൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ടാണ് പരിപാടികൾ തുടങ്ങുന്നത്. കുറേ കുട്ടികളുണ്ടായിരുന്നു. നമുക്ക് ചലങ്ക കെട്ടിന് തന്നെ ഒരു 30 സംതിങ് ആൾക്കാരുണ്ടായിരുന്നു. ഓരോരുത്തർക്കാണ് സമയം എടുത്താണ് അത് ചെയ്യുന്നത്. കണ്ടോ, അതിൻ്റെ ഒരുക്കങ്ങളാണിത്. 3 പാത്രങ്ങളുണ്ട്. അതിൽ 3 തവണ കാല് കഴുകും. ഒന്ന് മഞ്ഞള വെള്ളത്തിൽ, ഒന്ന് കരിക്കും വെള്ളത്തിൽ, ഒന്ന് സാദാ വെള്ളത്തിൽ. അതിന് ശേഷമാണ് നമ്മുടെ കാലിൽ ചലങ്ക കെട്ടി തരുന്നത്. എൻ്റെ സൗണ്ട് കേട്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കില്ല, കാരണം തൊണ്ടയ്ക്ക് 2 ദിവസമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതാണ് സൗണ്ട് അങ്ങനെ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന കൊച്ചുമക്കളൊക്കെ ചലങ്ക കെട്ടാനുള്ളതാണ്. കൊച്ചുമക്കൾ മാത്രമല്ല, അമ്മമാരും ഉണ്ട് നമ്മുടെ കൂടെ. അവസാനം എൻ്റെ സമയത്ത് ഗൈസ് അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് ചലങ്ക കെട്ടുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സന്തോഷവും സങ്കടവും എന്തെന്നറിയത്തില്ല. അപ്പോഴത്തെ ഒരു അറിഞ്ഞൂടെ ഗൈസ്, കാരണം ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു. ഒരുപാട് സന്തോഷം. ഇതാണ് എൻ്റെ ഗുരുനാഥ മാധു ചേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ ഓൺലൈനായിട്ടാണ് ഗൈസ് പഠിക്കുന്നത്. കാരണം ഞാൻ ജോലിയുടെ കാര്യത്തിന് നാട്ടിലല്ല. അപ്പം അതും എൻ്റെ സൗകര്യത്തിന് എനിക്ക് സമയം കിട്ടുന്ന രീതിയിലാണ് ചേച്ചി എനിക്ക് ക്ലാസ് തരുന്നത്. എന്തെന്ന് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒത്തിരി നന്ദി സപ്പോർട്ട് ചെയ്തതിന്. പണ്ട് എന്തേ പഠിക്കാഞ്ഞേ എന്ന് ചോദിക്കുന്നവരോട്, കാരണം വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഈ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു സൈഡിൽ കുറേ ചിലവുകളുണ്ട്, അരങ്ങേറ്റം കാര്യങ്ങൾ. അപ്പം വീട്ടിൽ അതിൻ്റെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വിട്ടില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ ഇതായിരിക്കും എൻ്റെ സമയമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരുടെയും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുഞ്ഞുമക്കളും വലിയ മക്കളും എല്ലാവരും കൂടി 2-3 ചുവടുകൾ വെച്ചു. അതിനുശേഷം സദ്യ കഴിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ അന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ.